പന്തീരങ്കാവ് ചുള്ളിയോട് ദേവനാഗസ്ഥാനം 19 വർഷത്തോളമായിട്ട് നടത്തിവരുന്ന നാഗപ്പാട്ട് മഹോത്സവമാണ്. ഇവിടെ 19 വർഷത്തോളം മുടക്കം കൂടാതെ നടത്തി വരുന്നുണ്ട്. ഇവിടുത്തെ കുടുംബാംഗങ്ങളുടെയും മറ്റ് സതീശൻ തന്ത്രികളുടെ ശിഷ്യന്മാരുടെയും സഹകരണത്തോടെ വളരെ അതിഗംഭീരമായിട്ട് തന്നെയാണ് 19 വർഷവും നാഗപ്പാട്ട് മഹോത്സവം നടത്തി വരാറുള്ളത്. അത് ഒരു മുടക്കവും കൂടാതെ വളരെ ഭംഗിയായിട്ട് നടത്തി വരുന്നുണ്ട്. വരുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് തന്നെ വഴിപാടുകളങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഇവിടെയുള്ള ദേവ ചൈതന്യത്തിൻ്റെ അതിൻ്റെ ഒരു കാരണം കൊണ്ടാവാം എല്ലാ വർഷവും നാഗരാജാവക്കളം എന്ന് പറയുന്ന വിശേഷക്കളങ്ങളും വരുന്ന വർഷങ്ങളിൽ നാഗകാളിക്കളങ്ങളും ഒക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ വർഷം കൂടുന്തോറും അതിഗംഭീരമായ രീതിയിൽ വളരെ ഭംഗിയോടെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ദിവസം ഇന്നലെ നാഗക്കളായിരുന്നു, 2 നാഗക്കളങ്ങളായിരുന്നു. ഇന്ന് നാഗരാജക്കളാണ്. നാളെ സന്താനക്കളവും അതിനോടനുബന്ധിച്ച് ഭൂതക്കളവും മറ്റന്നാൾ കരിക്കിടി. അങ്ങനെ എല്ലാ വർഷവും ഒരു 4 ദിവസത്തെ കളങ്ങളാണ് നടത്തി വരാറുള്ളത് ഇവിടെ. അതിൽ നാഗക്കളങ്ങൾ നമ്മളെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും നാഗദോഷങ്ങൾ തീരുന്നതിനൊക്കെ വേണ്ടിയിട്ട് നടത്തുന്നു. നമ്മളെ നാഗരാജക്കളം എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെയും മറ്റുള്ള നമ്മളെ പ്രദേശവാസികൾക്കും മറ്റുള്ള എല്ലാ ആളുകൾക്കും അതിൻ്റെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യങ്ങളുണ്ടാവുന്നതിന് വേണ്ടിയിട്ടും നമ്മളുടെ സന്താനക്കളങ്ങൾ സന്താനങ്ങളുടെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ നടത്തുന്ന കളവും, അതുപോലെ തന്നെ ഭൂതക്കളം എന്ന് പറയുന്നത് നമ്മളെ നാഗത്തിൻ്റെ ശല്യം, അതായത് നാഗങ്ങളുടേതായിട്ടുള്ള മറ്റുള്ള എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഉള്ള ആളുകൾക്ക് അവരുടെ ദേഹത്തു നിന്ന് ഒഴിഞ്ഞു കൊടുക്കുന്ന നാഗഭൂതത്തിന് ഒഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ മാറും എന്നുള്ള തരത്തിലുള്ള നാഗഭൂതക്കളവും അതിനോടനുബന്ധിച്ച് ഉത്സവത്തിൻ്റെ ഏറ്റവും അവസാന ഇതായ കരിക്കിടി കർമ്മവും പന്തലിത്തേരേറ്റ് കർമ്മവും ഒക്കെയാണ് എല്ലാ വർഷവും നടത്തി വരാറുള്ളത്. സന്താനക്കളത്തിന് വേണ്ടിയിട്ട് ധാരാളം ഭക്തജനങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ വന്ന് ചേരുന്നുണ്ട്. അവരുടെ സന്താനങ്ങളില്ലാത്തവർ സന്താനങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അവർ കുഞ്ഞുങ്ങളായതിനു ശേഷം നടത്തി വരാറുണ്ട്. അല്ലെങ്കിൽ ഉള്ള സന്താനങ്ങൾക്ക് നാഗദോഷങ്ങളൊന്നും ഇല്ലാതെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ വാഴുന്നതിന് വേണ്ടിയിട്ട് സന്താനക്കളങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള വിവിധ കളങ്ങൾ ഇവിടെ നമ്മുടെ ചുള്ളിയോട് ദേവനാഗസ്ഥാനത്ത് നടത്തി വരുന്നു. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആയുർദേഹി ധനംദേഹി വിദ്യാദേഹി നമസ്തുതേ. ആയുസാരോഗ്യം വിദ്യാസമ്പത്ത് എല്ലാം തരണേ. നാഗങ്ങളെ നാഗേശ്വരമേ നാഗരാജാവേ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അഷ്ടനാഗങ്ങളെ പ്രാർത്ഥിക്കുക. ഇതിലുപരിയായിട്ടുള്ള കർമ്മങ്ങള്, ഇതുപോലുള്ള കർമ്മങ്ങൾ തരാൻ കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടാക്കി തരണേ പ്രാർത്ഥിക്കുക.